ശശി തരൂർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അല്ല, ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ അറിയണ്ടാവില്ലായിരിക്കും. പക്ഷെ 1992 ഞാൻ സംസാരിച്ച് ആ ചെയ്തതിനെ എതിരിച്ച് അതിനെ കണ്ടം ചെയ്ത് പ്രഭാഷണം ചെയ്ത് ആർട്ടിക്കിൾ എഴുതി ലോകം മുഴുവൻ എഴുതിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് ഒന്നും ഒളിക്കാൻ ആവശ്യമില്ല. ഞാൻ സ്പഷ്ടമായി നിന്നു, ഇത് ചെയ്തത് തെറ്റായിരുന്നു പറഞ്ഞു. ഞാൻ 2 വർഷം മുമ്പ് കൂടി ഞാൻ പറഞ്ഞു, പല ഹിന്ദുക്കൾക്കും ഒരു ആഗ്രഹമാണ് രാം ജനിച്ച സ്ഥലത്തിലൊരു ക്ഷേത്രം കാണുന്നെന്ന്. പക്ഷേ അതിന് ഒരു മസ്ജിദിനെ പൊളിക്കേണ്ടത് ഒരു നല്ല കാര്യമല്ല. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരേ സമയത്ത് ചിലൊരു അഭിപ്രായമായിരുന്നു, അഥവാ മുസ്ലിം സമുദായം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അവരെന്നെ ഈ മസ്ജിദിനെ അന്തസ്സോടെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കിയാൽ എല്ലാവരും സന്തോഷപ്പെട്ടിട്ടുണ്ടാവും ചോദിച്ചാൽ പല ഹിന്ദുക്കളും അത് സ്വീകരിച്ചിട്ടുണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ ഒരു രാം ജന്മഭൂമി ക്ഷേത്രം കെട്ടുന്ന വിവാദം സുപ്രീം കോടതി തീരുമാനം എടുക്കുന്നവരെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി തീരുമാനിച്ച ശേഷം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങളുടെ മുമ്പെടുത്ത നിലപാടിനെ പറയാനുള്ള അവകാശം നഷ്ടം ആയിപ്പോയി. അതിന്റെ അർത്ഥം ഒരു രാജ്യത്തിൽ പല വിഷയങ്ങളും തർക്കമുണ്ടാവാം, പക്ഷെ ഒരു ജുഡീഷ്യൽ വിഷയം, ഒരു ലീഗൽ വിഷയം വരുമ്പോൾ അവസാനത്തിൽ തീരുമാനം എടുക്കുന്നത് കോടതിയിലാണ്. ഈ കോടതി ഓരോരോ ലെവലിൽ കയറി അവസാനത്തെ സുപ്രീം കോടതി എത്തി. ആ സുപ്രീം കോടതിയാണ് തീരുമാനമെടുത്തത്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അറിഞ്ഞുവല്ലോ, നമ്മൾ എല്ലാവരും പറഞ്ഞു ഇതാണ് തീരുമാനമാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഇനി പഴയ വിവാദങ്ങളെ വീണ്ടും തുറന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് കോൺഗ്രസ്സുകാരനും ഇതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. കാരണം ഞങ്ങൾ പറഞ്ഞു സുപ്രീം കോടതി തീരുമാനം വന്ന് ഇനി ക്ഷേത്രം വരും. ഒരേ സമയത്ത് ഒരു മസ്ജിദും സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു, അതും കെട്ടണം. ഐഡിയയിൽ രണ്ടും ഒരേ പേസ് നന്നായി വരായിരുന്നു, പക്ഷെ അത് സംഭവിച്ചില്ല. അത് പിന്നെ ഒരു ദിവസം വരുമ്പോൾ അതിനെയും നമ്മൾ ബഹുമാനത്തോടെ സ്വീകരിക്കണം. അവിടെയും ഒരു പുതിയൊരു മസ്ജിദ് വരട്ടെ. അതിന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന്റെ പിന്നെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. അവര് അതിന്റെ കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഈ സുപ്രീം കോടതി തീരുമാനത്തിന്റെ പ്രകാരം ഈ ക്ഷേത്രം കെട്ടി ഈ ക്ഷേത്രത്തിൽ ഒരു ചടങ്ങിനെ ഒരു രാഷ്ട്രീയ രീതിയിൽ കൊണ്ടുവന്നതും ഒരു സെലിബ്രിറ്റി ഗാദറിംഗ് ആക്കിയതും ഒക്കെ ഞങ്ങൾക്ക് വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാറി നിന്നു. സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ മതേതര മനസ്സിനെ ഒറ്റിക്കൊടുത്ത ആൾ ശശി തരൂർ എന്നുള്ള വിമർശനം മന്ത്രിമാരുടെ ഭാഗത്തന്നെ വരുന്നത്. തിരുവനന്തപുരത്തിന് മന്ത്രിയാണ് GR അനിൽ പോയി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ മതേതര മനസ്സിനെ ഒറ്റിക്കൊടുത്ത ആളാണ് തരൂർ. അപ്പൊ അതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള വിമർശനം പോലും ഈ ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അതല്ലേ മറുപടി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം നേരിട്ട് പറയാം. 3 തവണ BJPയെ എതിരിച്ച് നിന്ന കേരളത്തിൽ ഏക ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ, അത് ഞാനാണ്. എന്റെ അർത്ഥം 2 തവണ സെക്കൻഡായി BJP വന്ന ലോക്സഭാ മണ്ഡലം എന്റെയാണ്. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് ആർക്കും അപ്പോളജി ചെയ്യാൻ ആവശ്യമില്ല. ഞാൻ മതേതരത്തിന് ഒരു വോയിസാണ്. ഞാൻ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്, പ്രഭാഷണം ചെയ്തിട്ടുണ്ട്, പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിലാണ് എന്റെ കുറവ് കണ്ടിരിക്കുന്നത്? ഒരു വരിയിൽ ഒരു ട്വീറ്റ് ചെയ്ത ആണോ ഒരു സൈഡിൽ നിങ്ങൾ നോക്കേണ്ടത്? അതോ എന്റെ 1000 കണക്കിന്റെ എഴുത്തും പ്രഭാഷണങ്ങളും ഒക്കെയോ ഈ വിഷയത്തെ കുറിച്ച്? ഇതൊക്കെ അർത്ഥമില്ലാത്ത ആരോപണം, അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് സീരിയസ് ആയിരിക്കുന്നത്. ഇല്ല, ചിത്രമൊന്നും പിൻവലിച്ചില്ല. നോക്കൂ, ഇന്നലെ ലക്ഷക്കണക്കിന്റെ ഈ ചിത്രം എല്ലാവരുടെയും സാമൂഹ്യ മാധ്യമത്തിൽ പോകണ്ടായി. കാരണം ഇതാണ് ഇന്നലെ ആദ്യം അറിയപ്പെടുത്തിയത്. അപ്പോ ഞാനും ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങള് രാമനെ BJPക്ക് വിട്ടുകൊടുക്കുന്നില്ല. ഈ ക്ഷേത്രത്തെയും അയോധ്യയ്ക്ക് ഒരു BJP ക്ഷേത്രമായിട്ട് അറിയപ്പെടാൻ ഒരു ആവശ്യമില്ല. ഒരു ദിവസം വേറെ രാഷ്ട്രീയ വിശ്വാസമുള്ളവരും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കും. എന്താ, ഈ ക്ഷേത്രം അവരുടെ അല്ലേ? അയോധ്യ അവരുടെ അല്ലേ? എല്ലാ ഹിന്ദുവിനും BJP ജനിക്കുന്ന നൂറ്റാണ്ടുകൾ മുമ്പ് അയോധ്യയുടെ പ്രാധാന്യം അറിയും. ഞങ്ങൾ എന്തിനാണ് ഈ പുതിയ 1980 ജനിച്ച പാർട്ടിക്ക് ഞങ്ങൾ പിന്നെ അയോധ്യ വിട്ടുകൊടുക്കേണ്ടത്? നിങ്ങളിതൊക്കെ ആലോചിച്ച് നോക്കണം. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോഴേ ഇതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കണം. അല്ല, അത് കേൾക്കണ്ടോ? ജനാധിപത്യം നല്ല തന്നെ. അതുപോലെ തന്നെ ഒരു മര്യാദക്കാരൻ SFI-കാരൻ അകത്ത് വന്നിട്ട് മര്യാദയോട് ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തെ മറുപടി കൊടുത്തു. അങ്ങനെയാണ് ജനാധിപത്യം നടക്കേണ്ടത്. ഈ മുദ്രാവാക്യങ്ങൾ നിലപിടിച്ചിട്ട് ഒരു ഡയലോഗ് ഉണ്ടാവില്ല. ഡയലോഗാണ് വേണ്ടത്, സംസാരമാണ് വേണ്ടത്. ഞാൻ വീണ്ടും അവരോട് ചൂണ്ടിക്കാണിക്കുന്നു. അവരൊരു പ്രതിനിധി വന്ന് സംസാരിച്ചു, നന്നായി നടന്നു, ഒരു വിവാദം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചോദ്യം മര്യാദയോടെ വെച്ചു. ഞാൻ എന്റെ മറുപടി അതേ മര്യാദയോടെ കൊടുത്തു. അങ്ങനെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കട്ടെ ജനാധിപത്യം. താങ്ക് യു.
ശശി തരൂർ എം പി മാധ്യമങ്ങളെ കാണുകയായിരുന്നു തിരുവനന്തപുരത്ത്. ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. തന്റെ പോസ്റ്റ് തെറ്റിദ്ധരിച്ചതാണെന്ന് ശശി തരൂർ വ്യക്തമാക്കി. രാമനെ ആർക്കും വിട്ടുകൊടുക്കില്ല, BJP ആഗ്രഹിക്കുന്നത് അതായിരിക്കാം. രാമനെ ആരാധിക്കുന്നവരെല്ലാം BJPക്കാരല്ല എന്നും ശശി തരൂർ തൊട്ടുമുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു ഹിന്ദിയിൽ ഒരു വാചകം, സിയാവർ രാമചന്ദ്ര കി ജയ്. ഞാൻ ജയ് ശ്രീറാം എന്ന് പറഞ്ഞില്ല, കാരണം ജയ് ശ്രീറാമിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ചിലവർ മാറ്റിയിട്ടുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ എളുപ്പത്തിൽ പറയാൻ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് സിയ എന്ന് പറഞ്ഞാൽ സീതയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഡയലക്റ്റിൽ. അപ്പോൾ സീതയുടെ ഭർത്താവ് രാമിനെ ഞാൻ ജയ് വിളിക്കുന്നു മാത്രമാണ്. ഈ വിഷയത്തിൽ നമ്മളുടെ മതേതര രാജ്യത്തിൽ, നമ്മൾ മതേതര അർത്ഥമല്ല നമ്മൾ എല്ലാവർക്കും മതമില്ലാണ്. എല്ലാവർക്കും അവരുടെ മതമുണ്ടാവാൻ അവകാശമുണ്ട്. എല്ലാവരും പരസ്പരം മറ്റേവരുടെ മതത്തെ ബഹുമാനിക്കണം, മറ്റേതും മതവിശ്വാസത്തെ ബഹുമാനിക്കണം. അതാണ് നമ്മളുടെ സെക്യുലറിസമിന്റെ കോൺസെപ്റ്റ് ഭാരതത്തിൽ. ഇറ്റ്സ് മോർ പ്ലൂറലിസം ദൻ സെക്യുലറിസം ഇംഗ്ലീഷ് പറയുകയാണ്. ഹിന്ദിയിലാണെങ്കിൽ ധർമ്മനിരപേക്ഷത, അല്ലാതെ ഒരു പന്ത് നിരപേക്ഷത. അതിന്റെ അർത്ഥം ഏത് പ്രത്യേക മതത്തിന് വേണ്ടി ഒരു ഫേവറിസം കൊടുക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പം ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയായിട്ട് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എല്ലാ ദിനവും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഞാൻ എന്തിനാണ് ഞാൻ BJPക്ക് വിട്ടുകൊടുക്കുന്നത്? എന്റെ ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണ്. അവരുടെ ആഗ്രഹമായിരിക്കും എല്ലാവരും രാം ഭക്തനായ എല്ലാവരും BJPക്ക് വോട്ട് കൊടുക്കണമെന്ന്. പക്ഷേ രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ഹിന്ദുവും ഒരു BJPക്കാരനാണോ? ഇതാണ് ചോദ്യം. എന്റെ അഭിപ്രായത്തിലല്ല. അത് അവരുടെ ആഗ്രഹമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ അല്ല. തിരുവനന്തപുരം ലോ കോളേജിൽ ശശി തരൂർ എം പിക്കെതിരെ SFIയുടെ പ്രതിഷേധവുമുണ്ടായി.